ഇങ്ങനെ അടിച്ചിട്ടാകുമ്പോ വിഷയം കേൾക്കേണ്ട ഓൾ ചെന്നാലും ഞാൻ മഹിളാ കമ്മിറ്റി പ്രസിഡന്റ് നാളെ നിങ്ങളെ സ്റ്റേഷന് ബസ് വാട്ടറാണ് കാലിയാറ് വിട്ട് കൊണ്ടുവന്നിട്ടല്ല എന്റെ കാലിയാറ് പേർക്ക് മാത്രം കേസ് എവിടെ കൊണ്ടേ എല്ലാ സ്റ്റേഷൻ മങ്ങിലത്തെ വിഷയവും പള്ളിയുടെ വിഷയവും പള്ളിയിൽ ഗലാട്ടയായതും രാത്രികൾ ഗലാട്ടയായതും ഇറച്ചി ഗലാട്ടയായതും പള്ളിയിൽ ഗലാട്ട പോണ്ടിയുടെ യഥാർത്ഥത്തിൽ പള്ളിയിൽ തീർക്കണ വിഷയം പ്രസിഡന്റ് ഹദറത്തിൽ തീർക്കണ വിഷയം ഖതീബുൽ ഹദറത്തിൽ തീർക്കണ ഞങ്ങൾ ഇസ്ലാം ശരീഅത്തിന്റെ വിഷയം എവിടെ തീർക്കണോ പള്ളി ഞങ്ങളെ കോർത്തു പള്ളിയിൽ ജമാഅത്തിൽ പ്രസിഡന്റ് എന്തിനു വെച്ചാൽ നിങ്ങ കാലി ഒരു പ്രസിഡന്റ് മാത്രമട്ട കാലി ശമ്പളം കൊടുക്കും മൊയിലാർക്ക് ജോറാക്കോ മാത്രം പ്രസിഡന്റ് ನಾನು ಪ್ರೆಸಿಡೆಂಟ್ ಆಗಿ ಬರ್ತೀನಿ ಮಹಿಳೆಯರಿಗೆ ನಾವು ಜೋರಾಗ ജമാഅത്തില്ല നിന്റെ പോലെ മേലെ മഹിളാറ് അയാൾക്ക് ഔത്ത് പോകണ്ടേ അയാൾക്ക് മീൻ കൂട്ടാളല്ലേ മത്തി കൊടുക്കണ്ടേ ഔത്ത് കൊണ്ടിട്ട് അയാൾക്ക് ഒരു നാളെ നീ 4 പോകുമ്പോ 8 നാൾ വർക്കായി പോകണ്ടേമ്പാ മഹിളാരുടെ വർത്തുകയെന്ന് വളക്കാം നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ ഞങ്ങൾ ചിന്തിക്കില്ല ഞങ്ങൾ വന്നിട്ട് ഇതൊക്കെ പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി അതൊക്കല്ല നിങ്ങളെ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാനും കമ്മിറ്റി ആക്കിയത് എന്തി കൊണ്ടുന്ന ഈ റായത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറൂ പരിഹാരാക്കൂ ഈ റായത്തിൽ പെൺമക്ക ഓടിയോട്ടെ നിങ്ങൾ നിപ്പാട്ടകൂ എവിടെ ഓടിയോട്ടേ PT ഉഷറ പോലെ ഓടിയതല്ല 6-8 ഓടുമ്പത് നിപ്പാട്ടണോ പാവത്തങ്ങ ഉള്ളാർ അവിടെ തേടി പിടിച്ചിട്ട് അങ്ങനെ സംരക്ഷണ ആക്കണോ യതീമിങ്ങ ഉള്ളാർ അവിടെ സംരക്ഷണ ആക്കണോ അതുപോലെ ഓതുക പോവാത്തങ്ങ ദർസ് പോവാത്തങ്ങ കോളേജിൽ പോവാത്തങ്ങ എവിടെ ഉള്ളാർ തിരഞ്ഞു പിടിച്ചിട്ട് അങ്ങ് സഹായിക്കണോ പാവങ്ങളതാ മങ്ങിലാമാട്ടി 25-30 വയസ്സായ പെൺമക്ക ഉണ്ടെങ്കിൽ തേടി പിടിച്ച് മങ്ങിലായി കൊടുക്കണോ ആര് സാറാ ജമാഅത്ത് കമ്മിറ്റിങ്ങളെ സാറാ ഞങ്ങളെ സാറല്ല എന്തിനാ പള്ളിയിൽ മൊയിലാറ് ജോറാക്കൽ മാത്രം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ഞാൻ ചെമ്മച്ചൊല്ല തപ്പി നീപ്പിയും ചൊന്നൂറോ പിന്നെ ഫോണാക്കിയിട്ടുണ്ട് നിങ്ങൾ എന്തിനാ അധിക പ്രസംഗം പോകുന്നോ പറഞ്ഞു പോയ പ്രസിഡന്റ് കമ്മിറ്റി എന്നാ പറഞ്ഞിട്ടില്ല ഞങ്ങളെ കമ്മിറ്റി കൊടുത്ത കമ്മിറ്റി അല്ല കൊറോണ വന്നപ്പോ ഇവിടെ പ്രസിഡന്റുമാരും കമ്മിറ്റിമാരും സഹായിച്ച കണക്കിൽ അല്ലാഹു അതിന്റെ പ്രതിഫലം ദുനിയാവും ആഖിറത്തും നൽകട്ടെ അല്ലേ ഉസ്താദ് ഇവിടുത്തെ കമ്മിറ്റിക്കാർ സഹായിച്ച് നക്ക് കൊന്തുണ്ടു നിങ്ങൾ വേർച്ച് നക്കുന്ന കൊന്തില്ല ഊടരങ്ങ കൊറോണ വന്നപ്പോ തേടി പിടിച്ചിട്ട് എത്ര ഔത്ത് പോയിട്ട് സഹായിച്ചാ ഇവിടുത്തെ കമ്മിറ്റിക്കാർ എത്ര സഹായിച്ചാ ഇവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ ആൾക്കാർ എത്ര സഹായിച്ചാ ഇവിടുത്തെ വീട്ടിലുള്ള സർവ്വ മുസ്ലിമീങ്ങും പാവത്തങ്ങും റായത്തും പറായത്തങ്ങും സഹായിച്ച് കണക്ക് എന്റെ കയ്യിലുണ്ട് അല്ലാഹു അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നൽകട്ടെ കാലി പ്രസിഡന്റ് എന്ന് പരിചരിച്ചിനെ മാത്രമല്ല ഇപ്പത്തെ പ്രസിഡന്റ് നല്ല പ്രവർത്തക നല്ല പ്രവർത്തിക്കലാണ് ഈ ഹൗദിന്റെ സ്വത്തിന് വേണ്ടിയിട്ട് നല്ലോണം അധ്വാനിക്കുന്നു പള്ളിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് കാരണം എന്തേ പള്ളി നല്ല ഞങ്ങളെ അള്ളാടത് ഒമ്പതാക്കടതല്ല ഇബ്രായക്കടതല്ല ഖജാഞ്ചിരതുമല്ല അള്ളാന്റെ പള്ളി അവിടെ എന്തും വേണുണ്ടായെങ്കില് കണ്ടു കൊടുക്കണോ അയക്ക് വാത് വയ്ക്കൊങ്കില്ല പള്ളിക്ക് ഒരു ഹൗദാണ് ഒന്നാമത്തെ വാത് വയ്ക്കാമോ അയക്ക് വാത് വയ്ക്കണം അജർ വേണ വേണ വേണ്ട നിങ്ങളെ ഹൗദിൽ ഉണ്ടല്ലേ വേണം വേണം ചൊല്ലറു തണ്ടാറ് കൈവായത്തോ തന്നെ പുറത്തും കൈവായത്തില്ലല്ലോ അള്ളാന്റെ പള്ളി കൊടുക്കുക നീ കൈവായത്തില്ല പിന്നെ ഇവിടെ കൊടുക്കുക നിങ്ങൾ നാ കേക്കല് നിങ്ങൾ വേറെ കൈവായത്തോളൂ ധൈര്യത്തിൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ആ ഹൗദ് എന്തിനെ വേണം കേട്ടിട്ട് കൊടുക്കും വാഴ വെക്കില്ല വെള്ളിയാസന്റെ ഉസ്താദിനോട് ചൊല്ലുവാട്ടമില്ല പറഞ്ഞു അജർ അള്ളാഹു തന്നെ പൈസ ഉണ്ടല്ലേ ഞങ്ങളെ ഹൗദ് വായ്പ സിമെന്റ് ഓക്കെ അവിടെ അത് ഈമാൻ അള്ളാന്റെ പള്ളിയുടെ ചന്താക്കിടവൺ 6 ഈമാനുള്ള ആ കൂട്ടത്തിൽ ഞങ്ങളാക്കി തീർക്കട്ടെ അള്ളാന്റെ പള്ളിക്ക് കണ്ടിട്ട് സഹായിക്കണം ಅದಕ್ಕೆ ವಾಲ್ ಬೇಕೋಗಿಲ್ಲ ಉರ್ದಿ ಬೇಕೋಗಿಲ್ಲ നല്ല കളക്ഷൻ ആക്കണ ഒരു ഉസ്താദിനെ വിളിക്കുവോ ലക്ഷ കൊടുത്തെങ്കി വർമ്മത്ത് മൈക്ക് ഒട്ടി വേണ്ടി 45,000 മൈക്ക 1 ലക്ഷം രൂപ
കൊടുക്കണം, കൈമടക്കണം, പിന്നെ കമ്മീഷൻ പാടെ ഇതെല്ലാം പൈസ കൊടുത്തിട്ട് ഇൽമു ചെലവാട്ടണല്ല ബാവ. അല്ല പൊരുത്തപ്പെടുക. പൈസ കൊടുക്കാൻ നിങ്ങളെ കടമ. അയാളെ ഇത് അത് 1,00,000 തരണം. എന്നിട്ട് കമ്മിറ്റി കേട്ട ഉസ്താദ് നിങ്ങളെ ചാർജ് എത്ര? എന്റെ ചാർജ് വന്നിട്ടല്ലേ. ഞാൻ ഇണ്ട് തോറും 38-39 വർഷം ഇത് സ്റ്റേജ് 10 വലിയ വലിയ സ്റ്റേജുകളെ പോകേണ്ടതാണ്. ഇണ്ട് തോറും ഞാൻ ഇത്ര തരണോ അത്ര തരണോ തന്നെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ യാക്കലില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളാക്കി തീർക്ക. അങ്ങനെ ഞാൻ ആക്കിടണ്ടെങ്കിൽ ബാടികയുടെ കാറിൽ പറഞ്ഞോട്ടില്ല, സ്വന്തം കാറെടുക്കാൻ ഞങ്ങൾ ഉസ്താദന്മാരെന്ന് കൊറടി ഉണ്ടാ. മുഅല്ലിമീങ്ങൾക്കുള്ള ബൈക്ക് നണ്ടേറുണ്ട്. ഇന്ന് മുഅല്ലിമീങ്ങ എന്തിനു ചെല്ല ഉസ്താദന്മാരിലുള്ള മൊബൈല് നീന് 20 വർഷം ഗൾഫിൽ നിന്നിട്ട് നീ പിടിച്ചിരിക്കണം. ഉസ്താദിനുള്ള മൊബൈലിനെ പോലത്തെ മൊബൈൽ അല്ല കൊടുത്ത നിഅമത്ത്. 8,000 ശമ്പളം, 3,000 ശമ്പളം, ബർക്കത്തിന് ശമ്പളം, ഇൽമു പഠിപ്പാട്ടിട്ടുള്ള ശമ്പളം. ഇൽമു പഠിപ്പായിട്ടുള്ള ഇൽമു പഠിപ്പാറ്റി ഇൽമു കത്തര ഫവറുണ്ടോ. അള്ളാഹു ഞങ്ങളെ ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. നാ ചൊന്നു വേണ്ടത് ನನ್ನ ಉತ್ತರ ವಿಷಯ ಬಾಕಿಯನ್ನು ನಕ್ಕು ಉಂಟುಂಡು ಆಯಗೊಂಡು ನಾನು ಪೂರ್ತಿಯಾಕು ಇಪ್ಪ ಸಮಯ ಇಲ್ಲ. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಎತ್ತರ ಗಂಟೆಯಲ್ಲಿ ಇಪ್ಪಟ್ಟು ಎಲ್ಲರೂ ನೀವು ನಕ್ಕೊಂತಿಲ್ಲ. ഒരു 1/2 ഗಂಟೆ ഒരു ഫോണെന്ന് അറിയാമ്പോ ഇൻഷാ അല്ലാഹ് ഇപ്പാട്ടെ എല്ലാവർക്കും തക്ബീർ തക്ബീർ ഇല്ല വോൾട്ടേജ് ഇല്ല ഞാൻ ഇപ്പാട്ടെ എന്തായി മുഹമ്മദ് മുസ്തഫ അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതും ചൊന്നതും അല്ലാഹു നാഫിഅയിൽ ഉൾപ്പെടുത്തുമാറാണ്. ഈ ഫ്രണ്ട്സിനെ ദുനിയാ ഫ്രണ്ട്സ് മറ്റെന്തിരുന്ന് റെഡ് എറൻസ് അതിന്റെ അർത്ഥം നക്കൊന്തിന് നിങ്ങളെ മൗഷാദിലോട്ട് കേൾക്കണം. ദുനിയാ ഫ്രണ്ട്സ് ദുനിയാവിടെ ഫ്രണ്ട് ആക്കാനുള്ള ഭാവന ആഖിറ ഫ്രണ്ട്സിന് പോയിക്കൊണ്ട് പേര് നെക്സ്റ്റ് അല്ലാഹു ബർക്കത്താക്കട്ടെ ആവട്ടെ. ദുനിയാവിടെ ഫ്രണ്ട്സ് നിങ്ങൾ ദുനിയാവിടെ വേണ്ടിട്ട് കഷ്ടപ്പെടുക അല്ലാഹു ഖൈറിലാക്കുമാറാകട്ടെ. ആ പാലക്കാർ ആരെല്ലാം ഉള്ള ഞങ്ങൾ ജമാഅത്ത് കമ്മിറ്റി ഒട്ടിക്കൊണ്ട് നിങ്ങൾ സഹായത്തിന് ഇവിടെ ജമാഅത്ത് കമ്മിറ്റി കാണുമ്പോ നിങ്ങൾക്ക് സഹായിക്കടെ കാണുന്ന വിഷയം ഇങ്ങനെ വേണം. ഒന്നാമത്തെ വാള് ജമാഅത്തുകളെ വിളിച്ചിട്ട് പ്രസിഡന്റ് ഖജാഞ്ചി കമ്മിറ്റി എല്ലാം വിളിച്ചിട്ട് ഇവിടുത്തെ റായത്തുകളെല്ലാം വിളിച്ചിട്ട് ഇത്ര നേരം നിങ്ങൾ ചൊല്ലുവാട്ടില്ലേ ഇത് അല്ലാഹു നാഫിഅയിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ ഏതൊരു നല്ല കാര്യത്തിലും നിങ്ങൾ എന്ത് വേണോ മുൻഗണനയിൽ വേണോ മുന്നൽ വേണോ നച്ചൊന്നു വേണ്ടത് ഈ പിഞ്ഞയാകുന്നവോളൂ കപാലത്ത് കഴിച്ചപ്പോ ചൊന്ന പറക്കുന്ന മഹിളാ കമ്മിറ്റി പ്രസിഡന്റ് നാ നിങ്ങളെ പുണല ഓണു ബന്താർസ നീ എന്തരാക്രടി നണ്ടേ നിന്റെ ഒന്നും ചെന്ന് രണ്ടും ചെന്ന് മൂന്നും തലാക്ക് ചെന്നപ്പോ അർസത്തിൽ ചെന്നിട്ടായിട്ട് തലാക്ക് ഉസ്താദ് തലാക്കാവത് അവല്ലേ തലാക്കായിട്ട് സാക്ഷി വേണ തലാഖിക്ക് സാക്ഷി ഇല്ല തലാഖായി പോയിത്തല്ല വാവാ പിന്നെന്ത് വേണം? തലാഖ് ചെന്നിട്ട് 8-ാമത്തെ ദിവസം പോലും ചില്ലറില്ല. നിങ്ങ നന്റെ തലാഖ് ഒന്നല്ല രണ്ടല്ല 3 ചെന്നെങ്കോ ഞാൻ നിങ്ങൾക്കൊന്നും ബക്കില്ല. നിങ്ങളല്ലെങ്കിൽ പിന്നോർത്താ ചെന്നിട്ട് ഓൾ ഭർത്തായാള് അതാ കുളിച്ചിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് അതാ സുണ്ണവും പൗഡറും എല്ലാം ഇട്ടിട്ട് നല്ല ചന്തത്തിൽ പർവ്വതവും നോക്കിക്കൊണ്ടുള്ള ആരുടെയും ഇത് പാട്ട് നോക്കുമ്പോൾ മാറണമില്ല വേസ പോലെ ഇപ്പൊ നോക്കുമ്പോ നല്ല സാനിയ മൃഗത്തെ പോലെ കാണണല്ലോ ബാബ നല്ല ചന്തമുള്ള ഈ ചന്ത കാണുമ്പോത്തോണ്ട് മനസ്സ് തിരിഞ്ഞിട്ട് ഇതടി നീ ബേജാറാക്കാന്ന് പാടുന്ന അടിച്ചതുള്ള തപ്പായിട്ട് നീ ദയ്യാവോ എന്റെ 3 തലാക്ക് ചെന്നിറങ്ങ തലാക്കാർ കേട്ടിട്ട് നീ മുണ്ടേ ദൈവർക്ക തലാക്കാരൻ കേട്ടിട്ടില്ല അത് വ്യഭിചാര തലാക്ക് കേൾക്കണോണ്ടില്ല. അങ്ങനെ അർസത്തിൽ ചെന്ന് പോയെങ്കിൽ നിന്റെ മനസ്സിൽ തലാക്കിട്ടുണ്ടെങ്കിൽ അത് തലാക്ക് പിന്നെ ഓലെ തൊടകു തീറാ ഓലൊട്ട് കിടക്കു തീറാതെ ഇസ്ലാം വിരോധിച്ചതായിട്ട് അത് വ്യഭിചാരായിട്ട് കിടും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചൊന്നു വേണ്ടത് നിന്റെ ഉമ്മമാരെ നിങ്ങളെ ചന്തല്ല
നിങ്ങളെ ശൈലി, നിങ്ങളെ എല്ലാം മാപ്പിള പറമ്പാക്കിയെങ്കിൽ വലിയ ഖൈറ്. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുലതിഹിന്ന. മാപ്പിള പറമ്പോ നിന്റെ ചന്തത്തെ നീ കാട്ടണോ, നിന്റെ ശൈലി കാട്ടണോ, നിന്റെ ലിഫ്റ്റിക്കും നിന്റെ പ്ലാസ്റ്റിക്കും മാപ്പിള പറമ്പാവണോ. എക്സിബിഷന് പോകുമ്പല്ല, മങ്ങിലത്ത് പോകുമ്പല്ല, പിന്നെ സലാത്ത് പോകുമ്പല്ല, അത് പോകുമ്പല്ല, നിന്റെ ചന്തമെല്ലാം നിന്നെ മാപ്പിള പറമ്പ്. ഇതാ നവർത്ത സർറത്തുക, മാപ്പിള കാണുമ്പോ നല്ല സന്തോഷം ഉൾക്കൊള്ളണോ. പിന്നെ എന്റെ ജീവിതത്തിൽ ബെർലൈൻ കവർ പോവലേ. നിങ്ങൾ മാപ്പിളമാരുള്ള ബെടക്ക കാരണം നിങ്ങളെ ശൈലി കറക്റ്റ് ഇല്ല. നിങ്ങൾ ദൂരല്ല. ഒരു മാപ്പിളയായി വേണം, ഒരു പെഞ്ഞായി വേണം. സുബ്ഹാനല്ലാഹ് എങ്ങനെ വേണം അത് ചൊല്ലണോട്ടെങ്കിൽ 2 നാൾ 3 നാളത്തെ വാതെങ്കിലും ചുരുങ്ങിട്ട് വേണോ. ആ ഭാഗത്ത് നാ കടക്കില്ല. ഒരു മാപ്പിളയായി വേണം. അവന്റെ ബുദ്ധി മോശമായെങ്കിൽ പോയെങ്കിൽ മോളെ പ്രചാരാക്കണ്ട, അപ്പുറത്തെ ഒത്തു പോയിട്ട് ചെല്ലണ്ട. ഞങ്ങളെ പെഞ്ഞായിമാര് വാദത്തുണ്ട്. മാപ്പിള അങ്ങാടി പോയവർത്ത് അപ്പുറത്തെ ഒത്തു പോയാള് ദേടി നിന്റെ പെദ്ద പോയ പെദ്ద നിന്റെ പെദ്ద എവിടെ പോയാണുള്ള മാപ്പിള മേലെ പെദ്ദാണ് ചെല്ല്. എന്തേ കാരണം? പെണ്ണിങ് ഒരു മാപ്പിളിന്റെ ബഹുമാന കൊന്തിൽ മാപ്പിള ചെന്നാറ് അള്ളാന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്തു ലോകത്തിൽ ഒരു സുജൂദ് ചെയ്യുക കൽപ്പന ഉണ്ടായെങ്കിൽ അത് മാപ്പിളക്ക് പെഞ്ഞായി സുജൂദ് ചെയ്യുക കൽപ്പന പറഞ്ഞിട്ട് മുഹമ്മദ് റസൂലുള്ളാഹ്. പെഞ്ഞായി മാപ്പിളക്ക് സുജൂദ് ചെയ്യുക കൽപ്പന പറഞ്ഞിട്ട് വന്നിട്ടില്ല. സുജൂദ് ചൊല്ല അവകാശം അല്ലാഹുക്ക് മാത്രം. ഒരു മനുഷ്യക്കും സുജൂദ് ചെയ്തീറ. ഒരു അജ്മീർ ശേഖയുടെ കബറിൽ പോയിട്ട് സുജൂദ് ചെയ്യൂതീറ. സയ്യിദ് മദന്റെ കബറിൽ സുജൂദ് ചെയ്യൂതീറ. തവാഫ് ചെയ്യൂതീറ. അവിടെ ഹദ്റത്തിൽ വെച്ചിട്ട് നല്ല അദബോടുകൂടെ 4 മല ഇപ്പം ദുആറക്കൊണ്ട. ഞങ്ങളെ അവതരിച്ചെന്തരൊന്നുമില്ല. തങ്ങളെ ഒന്ന് മുട്ടകള അകരക്കി പിടിക്കുകയും തങ്ങളെ മുറ്റേങ് വയ്യാവല അരക്കി പിടിക്കാവുന്ന കിറ്റേങ് മുമ്പേർച്ച്. യഥാർത്ഥത്തിൽ അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കുക തങ്ങളെ ആ മുഖം നോക്കുന്നതേ വലിയ ഭാഗ്യം. മുത്തലാക്കുക തീറ. പക്ഷേ അങ്ങനെ മുത്ത കിട്ടിയെങ്കിൽ ഓക്കെ, കിട്ടില്ല. കിട്ടിയവണ്ട് തൊട്ടവണിക്ക് അവന്റെ അല്ലേ അവൻ തൊട്ട താങ്ങാല മയ്യാവൂല. ഇത് നക്ക് തങ്ങള് തുടങ്ങിയിട്ടില്ല. ചില അജറുൽ അസ്വദ് മുസ്തഫ കിട്ടാത്തേക്ക് അമീർ അടിക്കുക. അമീർ കുറ്റി ഉമ്രത്ത് അവന് കഷ്ടപ്പെട്ടിട്ട് ഈ പൈങ്ങലാട്ടിയ പോലെ ആട്ടിയിട്ട് കൊടു ബോബി ബോബി എന്നെ ചൊന്നിട്ട് വിളിച്ചിട്ട് കണുകൊണ്ട് കാസാവണം. ക്ലാസ് ഷട്ടിങ്ങും കട്ടിങ്ങും എല്ലാം ആക്കുന്നുണ്ട്. ഞങ്ങളെ പുത്തങ്ങളല്ലേ എന്റെ പെങ്ങൾ വേണ്ടല്ല 5 ദിവസത്തെ ഷട്ടിങ് ആക്കുക. മാപ്പിള പറയാലാക്കുക മങ്ങിലമായിട്ടില്ല മാപ്പിളാക്കി ഷട്ടിങ് കുളയി കളിച്ചറമ്പ് കാക്കട്ടെ അല്ലേ ഒക്കെ ഷട്ടിങ് കൊണ്ട് പാസ്പോർട്ട് കാട്ട് അവരെ കണ്ടായിട്ടില്ല ആരേമാ കണ്ടിട്ട് കാട്ട്. ഉംറത്ത് വേണ്ടി നല്ലൊരു സ്ഥലത്തുക്ക് വേണ്ടി ഉംറന്ന് എന്തിനു വെച്ച് ഒരു ഉംറാക്കിയിട്ട് പിന്നൊരു ഉംറയുടെ ഇടയിൽ സർവദോഷം അല്ലാഹു പുറത്തു തരുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മ പ്രസവിച്ച ഒരു കിടാവിടെ പോലെ അവനാവൂട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനത്തെ ഉംറത്ത് പോണ്ട ഞങ്ങളുടെ അവസ്ഥ എന്തരേ? കൂട്ടിയ പോണ്ട അവസ്ഥ എന്തരേ? കൂടെ പോണ്ട അവസ്ഥ എന്തരേ? പടച്ച റബ്ബ് ഞങ്ങളെ കാക്കുമാരാകട്ടെ. വിശദീകരിക്കലല്ല. അമീർ കൂട്ടിക്കൊണ്ട് പോയിട്ട് നോക്കുമ്പോ ചാൻസ് കിട്ടില്ല. അജറുൽ അസ്വദ് നിക്ക് മുട്ടു ചാൻസ് കിട്ടണുണ്ടായെങ്കിൽ മോനെ അതാ സംസം കുടിക്കുമ്പോ ആ സംസം തന്നെ കുടിക്കുമ്പോ നിന്റെ മനസ്സിലൊരു നീയത്ത് വൈ റബ്ബേ
ഒരു സംസം കുടിക്കണവന്റെ അവസ്ഥ എന്തരേ? സംസം കുടിക്കടവണു സംസം തന്നെ കുടിക്കടവന്റെ സ്ഥാനന്തിര ഗൊന്തുണ്ട. ആ കുടിക്കുമ്പോ എന്ത് ഉദ്ദേശം ഉണ്ടാ? ഉദ്ദേശം പൂർത്തിയാക്കട. ക്യാൻസർ രോഗം ശിവയാക്കട. ഏത് കിഡ്നി ഉണ്ടെങ്കിലും അള്ളാഹു ശക്തി തണ്ട. ഫൈലായതായെങ്കിലും മാപ്പിളില്ലാത്ത പെണ്ണ് കുടിക്കുമ്പോ നക്കൊരു സാലിയായ മാപ്പിള പേനോട്ട് നീയത്തോടെ ആ വെള്ളം കുടിച്ചെങ്കില്, ആ സംസം കുടിച്ചെങ്കിൽ അള്ളാഹു ഖൈറായ മാപ്പിള്ള കൊടുക്കൂടാ. കടം വീട് ഉദ്ദേശിച്ചിട്ട് ആ സംസം തന്നെ കുടിച്ചു പോയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് കടം വീട്ടറാ. അതേ നിനക്ക് നീ സംസം കുടിക്കുമ്പോ നിന്റെ മനസ്സിൽ നീയത്ത് റബ്ബേ അതിലുള്ള സ്വതന്ത്രം മുത്തകുള്ള ഭാഗ്യം നീ തരണോ അല്ലാഹ്, നീ തരണോ അല്ലാണ്ട് ചെന്ന് നല്ലത്തോടുകൂടെ നീ സംസം തന്നെ കുടിച്ചെങ്കിൽ നീ മുത്താണ്ട് പണ്ടില്ല മോനെ. സംസം തന്നികത്തറ ഫവറുണ്ട് മുഅ്മിനീങ്ങളെ. ആ സംസം തന്നെ ലോകത്തിൽ വെച്ചിട്ടേറ്റവും ഖൈറായ തണ്ണി. ഡോക്ടറായിട്ട് ഏത് സുഖേടുക്കും പ്രസവിക്കാത്ത ഉമ്മകു അതാ നൊമ്പല പണ്ട് ഉമ്മകു അത് കൊടുത്തു പോയെന്നും നൊമ്പല ഇല്ല. തല കുത്തുമ്പത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തന്റെ തല കുത്തുന്ന ശിഫയാക്കി താവാനുള്ള നീയത്തോടുകൂടെ ആ സംസം തന്നെ കുടിച്ചെങ്കിൽ നിന്റെ തല കുത്തല്ലാഹു ശിഫയാക്കി തണ്ട. അതുകൊണ്ട് അതിലുള്ള മുത്തവ് കിട്ടിയില്ലെങ്കിൽ നിന്റെ ഉംറ സയ്യാവിടൂ, ഹജ്ജ് സയ്യാവിടൂ. പക്ഷേ ഉമർ ഖത്താബ് ചൊന്നതുപോലെ ഏ കല്ലേ ഏ ഹജരേ ഏ കല്ലേ നിന്റെ നാം മുത്തലാത്ത്, നിന്നെ കൊണ്ടൊരു ഉപകാരവുമില്ല, ഒരു ഉപദ്രവമില്ല, നീ ഒരു കല്ലല്ലേ. പക്ഷേ നാൻ മുത്തരെന്തരേക്ക് വന്നിട്ടുണ്ടാ നന്റെ ഹബീബ്, നന്റെ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ മുത്തിയത് കൊണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ചുംബനം നൽകിയത് കൊണ്ട് നാണും ചുംബനം നൽകണേ എന്നാണ് മുത്തുര സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നിന്റെ മുഅ്മിനീങ്ങളെ ഉംറക്ക് പോകുമ്പാവട്ടെ, ഹജ്ജിക്ക് പോകുമാവട്ടെ, അജ്മീർ ശൈഖിനെ സിയാറത്ത് ആ മഖ്ബറ കാണോ പോണ്ടവനാവട്ടെ, അവന്റെ നിയ്യത്ത് വേണം, നല്ല നിയ്യത്ത് വേണോ. അജ്മീർ പോയിട്ട് അജ്മീർ ശൈഖിനെ കാണുമ്പോ ആ ഭാഗത്ത് വ്യഭിചാരം നടന്നുകൊണ്ടിരിക്കൂ, ഈ ഭാഗത്ത് കള്ളുകുടി നടന്നുകൊണ്ടിരിക്കും, നീ അത് നോക്കണ്ട. നീ പോയിടെ എന്തരേക്ക് അജ്മീർ ശൈഖിനെ കണ്ടിട്ട് നിന്റെ നൊമ്പല ചൊല്ലുകല്ലേ, നിന്റെ നൊമ്പല ചൊല്ലുകല്ലേ, നിന്റെ കഷ്ടം ചൊല്ലുകല്ലേ നീ പോയത്. ആ ഭാഗം നീ ചിന്തിക്കണ്ട. നീ ഒരൊറ്റ ദുആ അല്ലാഹ് അജ്മീർ ശൈഖിനെ അല്ലാഹുവിന്റെ റസൂൽ കടത്തിയതല്ലേ. ഈ ഇന്ത്യത്തിൽ ദീന പ്രചാരാക്കുവന്ന മഹാനല്ലേ. അതുകൊണ്ട് അജ്മീർ ശൈഖ് നിന്റെ കണ്ണ് കാഴ്ച തരണു, നക്ക് നല്ല ഹലാലായ ജോലി തരണു, ഒരു സ്വറ തരണു, നിന്റെ മോൾക്കൊരു പുതിയ ആപ്പല വേണം, നിന്റെ കടം വീടണോ. നാണ് മരിക്കുമ്പോ ഈമാനോട് കൂടെ മരിക്കണു തങ്ങളെ. നല്ല നീയത്തോടു കൂടെ നീ ചൊന്നെങ്കിലേ അല്ലാഹു ദുആ സ്വീകരിക്കടാ. ഞങ്ങൾ പോയിട്ട് അജ്മീർ പോയിട്ട് വന്ന് തുടങ്ങിയ എണ്ണ നീ അജ്മീർ പോയില്ലടാ, അവിടെ നീ നോക്കില്ലേ, അവിടെ എന്തിനുള്ള നടന്നിട്ടില്ല, അവിടെ അങ്ങനെയല്ല, ഇവിടെ ഇങ്ങനെയല്ല. നീ പോയിട്ട് എന്തിരിക്കടാ അത് നോക്കുക. നീ ഇവിടെ വാദന മജ്ലിസിൽ വന്നേ, നീನು ಅಪ್ಪತ್ತಿ ಇಪ್ಪತ್ತೊಂದು ನೋಕಂಡ ನೀನು ನೋಕೋಣ ಉಸ್ತಾದ್ರೆ ಮೊಗ ನೋಕಿ ಇಲ್ಮು ಕೇಳ್ಕೋಣ ಅದು ಉತ್ತರಂ ಕಿಟ್ಟ ದುಆ ಮಾಡಿದ್ರು ಆಮೀನ್ ಚೊಲ್ಲೋಣ ಅದಲ್ಲೇ സ്വീകാര്യമാവിടെ അല്ലാണ്ട് വന്ന് തെച്ചിട്ട് ഞാൻ അപ്പറ നോക്കിട്ട് അവിടെ എന്ത് സമയല്ലവോ അർജിമെന്റ് സമയല്ലവോ സ്റ്റേജിൽ ആൾ തെച്ചിത്തുവോ ഈ ഇതെല്ലാം നീ നോക്കുപോയെങ്കാവാ
പാലുക്ക് പോയാണോ ഫൈടെ ബലന്തിയുള്ള പാലെടുത്തോണ്ട് വേണ്ടി എന്ത് പുറപ്പെടവാ പടച്ചറബ് കാക്കട്ടെ. അതുകൊണ്ട് നാം യാർ ചെല്ലില്ല. എന്റെ മുഅ്മിനീങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന നാല് ഫലക്ക് ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ യകൂനു ഫി ആഖിരി സമാൻ അർബഅത അഷ്യാ, നാല് വസ്തുക്കൾ ദുനിയാവിൽ ഉണ്ടാവും ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ. ഒന്ന്, ഭൂമിയുടെ ബർക്കത്തിനെ ഇല്ലാണ്ടാക്കടേ അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഇന്റെ ബർക്കത്ത് ഉണ്ടാ? എത്ര തേങ്ങ പിടിച്ചെടുത്തു ഉസ്താദ്. ഇപ്പത്തെ ഈട്ടുണ്ടല്ലേ ഫലമേൽ ഈട്ട് ഫലമില്ല. നിന്റെ ഈട്ട് സമയല്ല, നിന്റെ നീയത്ത് സമയല്ല. നീ ഈട്ട് ബഹുമാനാക്കിയ നീനെന്തിൽ ചെന്നേ ഇത് ഈട്ട് കൊറടി ആയത് കൊണ്ടിട്ട് നിനക്ക് ഫലകിട്ടില്ലല്ലേ. അല്ലല്ല, നിന്റെ ദുവ സമയല്ലേ. നീ തേങ്ങിനെ മറന്നു നോക്കിച്ചൊല്ലോണു റബ്ബേ. തേങ്ങ തങ്ങിയത് നീയല്ലേ അല്ലാ. ഇനിയും യാറതാ അല്ലാ. പടച്ച റബ്ബേ ഇത്ര തന്നത് അൽഹംദുലില്ലാഹ്. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹു ഖുർആനിൽ ചൊന്ന ഫലക്കായിട്ട് മക്കളെ ദക്ക് നിങ്ങൾ ശുക്രാക്കും എന്നാ യാറതന്നെ. നീ തേങ്ങയുടെ മേലെ നോക്കി ചൊല്ലണം അൽഹംദുലില്ലാഹ് ഇത്ര തന്നല്ല അല്ലാഹ്. പിറ്റാണ്ട് 25 തേങ്ങ യാറ. ഇതെന്താ നഷ്ടമറോ? കാരണം ഞങ്ങളെ നിയത്ത്, ഞങ്ങളെ നിയസമേൽ ദിൽ സാഫ് കർന അമൽ മഖ്ബൂൽ ഹേ, ദിൽ സാഫ് നയീതു അമൽ ഗൈർ മഖ്ബൂൽ ഹേ. ഞങ്ങളെ മനസ്സ് ശരിയില്ല. ഇണ്ട് കറോണ കാട്ടി വലിയ കറോണ ഞങ്ങളെ മനസ്സ്. മനസ്സിലെ കറോണ ഡേഞ്ചർ. അത് ഈ ദച്ച ഞങ്ങ അവണ്ട് നോക്കിയല്ലേ. പിന്നെ നിന്റെ വാത് സ്വീകരിക്കുക, ദുആ സ്വീകരിക്കുക. അത് നിന്റെ മൂത്തോനായിട്ട്, നിന്റെ ഇളവനായിട്ട്, നിന്റെ കുഞ്ഞാപ്പായിട്ട്, നിന്റെ എളാപ്പായിട്ടിക്കൂ. കുടുംബം ഒരിക്കലും എത്ര വലിയ അമല് കാരണമായെങ്കിലും അമലല്ല സ്വീകരിക്കലേ. കുടുംബത്തെ പിരിസം വെക്കണോ, പിഞ്ഞായി മാപ്പല സ്നേഹത്തിൽ വേണോ, മൂത്തോണ് ഇളവണ് സ്നേഹത്തിൽ വേണോ, ജമാഅത്തിൽ യോജിപ്പ് വേണോ, കമ്മിറ്റിയിൽ യോജിപ്പ് വേണോ, റായത്ത് നല്ല ഖൈർ വേണോ. അങ്ങനെ യോജിപ്പിലും സന്തോഷത്തിലും മുന്നോട്ട് പോകുമ്പോ അല്ലാഹ് റായത്ത് റഹ്മത്ത് തണ്ട, ഭൂമിക്ക് ബർക്കത്ത് തണ്ട, കച്ചവട യാറാവിടൂ, എല്ലാം ഖൈറാവിടൂ. ഞങ്ങളെ അവ നല്ല ബർക്കത്തുള്ള ആവിടൂ, ഞങ്ങളെ മക്ക നല്ല ബുദ്ധിയുള്ള മക്കാവിടാ. ഇത് ഞങ്ങളെ അസൂയ, നെഞ്ചി, പോര്, ചതി ഞങ്ങളെ മനസ്സിൽ 24 ഗಂಟೆ അവണങ്ങളാക്കി അതിയോടെ മുമ്പ് ഗൾഫിടെ കട്ടോണ്ട് വന്നില്ല. നോക്കിയാണ് ಕಟ್ಟದು. ಕಣ್ಣಲ್ಲಿ ಕಂಡರೂ ಪರಾಮರ್ಶಿ ನೋಡಬೇಕು ಫಲಕ. കണ്ണിൽ കണ്ടത് പോലും അത് ആറാഞ്ഞാൽ അതിൽ ടെസ്റ്റാക്കാണെന്ന് ചൊല്ലുക അവകാശം നിൽക്കില്ലേ. അല്ല എങ്ങനെ അവനോട് സ്വത്ത് കൊടുത്ത പഠിച്ചറമ്പ് വിചാരിക്കുകയും തഖ്വ ഉണ്ടാ, ഇബാദത്തുണ്ടാ, നിസ്കാരമുണ്ടാ, അല്ലാഹുവിന്റെ ഭയമുണ്ടാ, വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു കൊടുക്കണം. കോട്ടിയുടെ കൊടുക്കണം, സൂപ്പർ മാർക്കറ്റ് കൊടുക്കണം. അല്ല വിചാരിക്കാത്ത ഭാഗത്ത് ഇത് ഓണിവിടെ നഞ്ചി വെച്ചിട്ട് പടച്ചിറണ്ട് അവൻ നോക്കുക, ഓന്റെ കാലം നോക്കുക, ഉറക്ക പൊടിയായിട്ട് പോയിട്ടെങ്കിൽ റബ്ബെ നഞ്ചി ഓണ് പൊടിയാവില്ല, ദീനെ പൊടിയാവിടെ, നിന്റെ മനസ്സ് പൊടിയാവിടൂ. നീ ചതിക്കുന്ന കാരണം കൊണ്ട് നീ നാശാവിടെ. അല്ലാഹു ഞങ്ങളെ എല്ലാവരും കാക്കുമാറട്ടെ, എല്ലാവരും എണിച്ച് നിൽക്കൂ. അതുകൊണ്ട് എല്ലാവരും കൂടി മുട്ട പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അത് തൊടാണ്ട് അതിൽ മുട്ട പറഞ്ഞു, തെല്ല് മുട്ട പറഞ്ഞു. നിങ്ങൾ മുഖം നോക്കൂ, ബക്കറ്റ് എല്ലാം മുട്ട പറഞ്ഞു ഇൻഷാ അല്ലാഹ്, മുട്ട പറഞ്ഞു. എന്റെ മുഅ്മിനീങ്ങളെ, അവസാനായിട്ട് നിങ്ങൾ ചൊല്ലുകൊള്ളത് നാം വേറെന്തുമല്ല ഉണ്ടല്ലെങ്കിൽ നാളെ നിങ്ങൾ നാളെ മരണപ്പെടുമ്പോ നേരത്തെ ഉസ്താദ് ചെന്നതുപോലെ 10 ആൾ ഞങ്ങളെ നല്ലത് ചൊല്ലും, നല്ലത് ചൊല്ലാൻ എന്നൊക്കെ നിങ്ങൾ മരിക്കണം. മരിച്ച നല്ല ചൊല്ലു തീരണം. പഠിച്ച റബ്ബേ മരിച്ചു പോയല്ലേ, ഇനിയും ഒരുപാട് കാലം വേണത്തുണ്ട്.
അങ്ങനെ ചൊല്ലൽ അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാഹു നമുക്ക് ആക്കി തീർക്കട്ടെ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല പ്രവർത്തനാക്കണം. ആ മരണാറ്റുള്ളത് ഹക്ക്. എല്ലാവരും മരിക്കണം. നോക്കൂ, ആ മരണത്തെ ഞങ്ങൾ എപ്പോഴും ഓർക്കണം. ഓർത്തക്കു വാത് വീണുണ്ടെങ്കിൽ അവൻ അവൻ മരണത്തെ ഓർക്കൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്റെ മുഅ്മിനീങ്ങളെ മരണത്തെ എപ്പോഴും ഞങ്ങൾ ഓർക്കണം. ഉണ്ടല്ലെങ്കിൽ നാളെ മരിക്കടങ്ങളെ മനസ്സിൽ ചതിക്കല്, നെഞ്ചിക്കല്, അസൂയക്കല്, അവന്റെ ടർസേക്കല്, പിന്നേരോ ടർസേക്കല്.